നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസി വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. MA യൂസഫ് അലി മലയാളികളുടെ അന്തർദേശീയ മുഖം തന്നെയാണ്, ഒരുപക്ഷേ ഇന്ത്യൻ പ്രതിനിധി എന്ന് തന്നെ പറയാം. ധനികൻ എന്നതിൽ ഉപരി കരുണയുടെ കരങ്ങളാൽ അദ്ദേഹത്തെ പലപ്പോഴും പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ഇപ്പോൾ അദ്ദേഹം പിന്നെയും വാർത്തകളിൽ ഇടം നേടുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. വാർത്തയിലേക്ക്. പ്രവാസികളുടെ ഗൾഫിലെ ഇന്ത്യക്കാരായ സമ്പന്നരുടെ പട്ടികയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ കൂടിയായ MA യൂസഫ് അലി ഒന്നാം സ്ഥാനം നിലനിർത്തുകയാണ്. മലയാളി സമ്പന്നരിലും അദ്ദേഹം തന്നെയാണ് മുന്നിൽ. ഇന്ത്യയിലെ 100 ധനികരിൽ അദ്ദേഹത്തിന് 26 സ്ഥാനമാണ് ലഭിച്ചത്. ഏറെ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, പല ധനികർക്കും ഒരുപക്ഷെ കരുണയുള്ള മുഖം കണ്ടെന്ന് വരില്ല. അദ്ദേഹം അവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തൻ തന്നെയാണ്. ഒരുപാട് ക്ലേശിക്കുന്ന പലർക്കും അദ്ദേഹം ഒരു ആശ്രയം തന്നെയാണ് എന്ന് തന്നെ പറയാം. ഇന്ത്യയിലെ 100 ധനികരിൽ അദ്ദേഹത്തിന് 26ാം സ്ഥാനമാണ്. മുകേഷ് അംബാനിയാണ് ഏറ്റവും മുന്നിൽ. ഫോബ്സ് പുറത്തിറക്കിയ 2019 പട്ടികയിലാണ് ഈ വിവരങ്ങളുള്ളത്. മറ്റ് പ്രമുഖരുടെയും മറ്റ് ധനികരുടെയും വിവരങ്ങൾ ഇങ്ങനെയാണ്. ഗൾഫിലെ ഇന്ത്യൻ ധനികരിൽ മിക്കി ജഗ്തിയാനി 2ാം സ്ഥാനത്തും ഇന്ത്യക്കാരിൽ 33ാം സ്ഥാനത്തുമാണ്. ഡോക്ടർ BR ഷെഡ്ഡി 3ാം സ്ഥാനത്തെത്തി, ഇന്ത്യയിൽ 42. രവി പിള്ള 43ാം സ്ഥാനത്താണ്. സണ്ണി വർക്കി, പിന്നെ സുനിൽ, ഷംസീർ വയലിൻ എന്നിവരാണ് തുടർ സ്ഥാനങ്ങളിൽ. പട്ടികയിൽ സ്ഥാനം പിടിച്ച 8 മലയാളി ധനികർ ഇവരാണ്. MA യൂസഫ് അലി 58,200 കോടി രൂപ കൈമുതലുമായി അദ്ദേഹം 1ാം സ്ഥാനത്ത് തന്നെയുണ്ട്. പിന്നെയുള്ളത് രവി പിള്ളയാണ്. 22,000 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. MG ജോർജ് മുത്തൂറ്റ് 21,600 കോടി രൂപ. ഇനി ക്രിസ് ഗോപാലകൃഷ്ണൻ 16,700 കോടി രൂപ. സണ്ണി വർക്കി 14,500 കോടി രൂപ. ബൈജു രവീന്ദ്രൻ 13,500 കോടി രൂപ. ഷംസീർ വയലിൻ 10,100 കോടി രൂപ. SD ഷിബുലാൽ 994 കോടി രൂപ. എന്തായാലും സമ്പന്നർ ഇവരൊക്കെയാണ്. എന്തായാലും ഈ സമ്പന്ന പട്ടികയിൽ പലപ്പോഴും പലരും ഇടം നേടുമ്പോഴും MA യൂസഫ് അലി വ്യത്യസ്തനാകുന്നത് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ നിലപാട് കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ മലയാളികൾക്ക് വേണ്ടി പലപ്പോഴും പല വേദികളിൽ അദ്ദേഹം കരുണയുടെ മുഖമായി പലപ്പോഴും എത്തിച്ചേരാറുമുണ്ട്. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.